സാർ, സ്വർണ്ണവില 1,00,000 ആകാനുള്ള സാധ്യതയുണ്ട്? സ്വർണ്ണവില അടുത്ത കാലത്തായിട്ട് വളരെയധികം ഉയർന്നിരുന്നു. പക്ഷേ ആ ഉയർച്ചയുടെ നിരക്ക് വളരെയധികം വർദ്ധിക്കുന്നില്ല. ഇത് വർദ്ധിക്കുമോ കുറയുമോ എന്നുള്ളത് ആഗോള സമ്പദ് വ്യവസ്ഥയിലെ മാറ്റങ്ങളുമായി ആണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഉദാഹരണമായിട്ട് നമ്മുടെ ഓഹരി വിപണിയിലൊക്കെ വൻതോതിൽ തകർച്ച ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സുരക്ഷിതമായി നിക്ഷേപം എന്ന നിലയിൽ സ്വർണം ആൾക്കാർ തിരഞ്ഞെടുക്കുകയും വൻതോതിൽ പണം സ്വർണത്തിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ശക്തിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പതുക്കെ ആണെന്നുണ്ടെങ്കിലും ആ സ്വർണത്തിൻ്റെ വില ഒരുപക്ഷെ വരുന്ന ഒരു 5-8 വർഷം കൊണ്ട് എങ്കിലും 1,00,000 ആയിക്കൂടാ എന്നില്ല. നേരെ മറിച്ച് സ്വർണത്തിന്റെ കാര്യത്തിൽ അതിന്റെ ഉൽപാദനത്തിൽ ഏതെങ്കിലും തരത്തിൽ വർധനം ഉണ്ടാകുകയാണെന്നിരിക്കട്ടെ. ഉദാഹരണമായിട്ട് പലയിടത്തും സ്വർണത്തിന് വേണ്ടിയുള്ള പര്യവേഷണം ശക്തിപ്പെടുന്നുണ്ട്. അപ്പോൾ ഖനികളിൽ നിന്നുള്ള പുതിയ സ്വർണ്ണ ഖനികൾ സ്വർണ്ണ നിക്ഷേപങ്ങൾ കണ്ടെത്തുകയും സ്വർണത്തിന്റെ ഉൽപാദനം വർദ്ധിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിലും സ്വർണത്തിന്റെ വില വർധനവില് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു പ്രവണത അതേപടി തുടരണം എന്നില്ല. അപ്പോൾ ഇത് ഇപ്പോൾ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാൻ ഒക്കുകയില്ല. പക്ഷെ ഒരു കാര്യം തീർച്ചയായിട്ടും പറയാം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്വർണം എന്ന് പറയുന്നതിനോടുള്ള ഒരു വികാരപരമായ സമീപനമാണ്. ഇപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉള്ള സ്വർണം വിൽക്കാൻ ആരും തയ്യാറാകുകയില്ല. ആഭരണത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ഒരു നിക്ഷേപം എന്നുള്ള രീതിയിലും ഒക്കെ സ്വർണം ആൾക്കാർ ഉപയോഗിക്കുന്നത് വാങ്ങിക്കൂട്ടുന്ന ഒരു പ്രവണതയാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണവില കുറയാനുള്ള സാധ്യത ഏറെക്കുറെ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ ആഗോള സാഹചര്യങ്ങളും നേരത്തെ പറഞ്ഞ കാരണങ്ങളുടെയും പേരിൽ സ്വർണത്തിന്റെ വിലയിലുണ്ടാകുന്ന വർധനവിന്റെ നിരക്ക് ഒരുപക്ഷെ കുറഞ്ഞു തന്നെ പോകും. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഷെയർ മാർക്കറ്റിലും മറ്റ് നിക്ഷേപ സാധ്യതകളിലുമൊക്കെ വലിയ ഇടിവുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ സ്വർണ്ണവില വളരെയധികം വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ, ഉദാഹരണമായിട്ട് ഷെയർ മാർക്കറ്റിൽ ആഗോള തലത്തിൽ ഓഹരി വിപണിയിൽ വൻതോതിലുള്ള ഒരു തകർച്ച ഉണ്ടാകുന്നു എന്നിരിക്കട്ടെ, ഉടൻ തന്നെ സ്വർണ്ണവില വളരെയധികം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. നേരെ മറിച്ച് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ഷെയർ മാർക്കറ്റ് അതായത് ഓഹരി വിപണി ശക്തമായി മുന്നോട്ട് പോകുന്നു. സ്വർണത്തിന്റെ ഉപഭോഗത്തിൽ ഒരു കുറവുണ്ടാകുന്നു. ഉദാഹരണമായിട്ട് ആഭരണമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ ന്യൂജൻ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം സ്വർണത്തിന്റെ ഉപയോഗം എന്ന് പറയുന്നത് പൊതുവെ കുറവാണ്. ഉദാഹരണമായിട്ട് നമ്മുടെ ചെറുപ്പക്കാരായ പെൺകുട്ടികളൊക്കെ ആഭരണം ഒരുപാട് അണിയുന്ന ഒരു സ്ഥിതിയില്ല. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ നമ്മുടെ സാധാരണ ജനങ്ങളുടെ അഭിരുചിയിലൊക്കെ ഒരു വലിയ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതുകൊണ്ടാണ് സ്വർണ്ണവില ഒരുപക്ഷെ ആഭരണങ്ങളുടെയൊക്കെ കാര്യത്തിൽ ഡിമാൻഡ് കുറയുകയും അതിൻ്റെ ഫലമായിട്ട് സ്വർണ്ണവില കാര്യമായി വർദ്ധിക്കാതിരിക്കുകയും ചെയ്യാനുള്ള സാധ്യത ഇതാണ്. സ്വർണത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ സ്വർണം വൻതോതിൽ കള്ളക്കടത്ത് നടന്നിരുന്നത് നമ്മുടെ ഇമ്പോർട്ട് ഡ്യൂട്ടിയിലുമൊക്കെ ഉണ്ടായിട്ടുള്ള ഉയർന്ന നിരക്കിൽ നിന്നിരുന്നു. പക്ഷേ അത് കുറഞ്ഞതോടുകൂടി സ്വർണത്തിൻ്റെ കള്ളക്കടത്ത് അത്രമാത്രം ലാഭകരം അല്ലാതായി മാറിയിട്ടുണ്ട്. ഇതും സ്വർണത്തിൻ്റെ വിലയെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ പലവിധ കാര്യങ്ങൾ, ആഗോള സമ്പദ് വ്യവസ്ഥയിലെ മാറ്റങ്ങൾ, പുതിയ സ്വർണ്ണ ഖനികൾ കണ്ടെത്തുന്നതിനുള്ള സാധ്യതകൾ, സ്വർണത്തിൻ്റെ ഉപഭോഗത്തിൽ ഉണ്ടാകാനുള്ള മാറ്റങ്ങൾ, ഇങ്ങനെ ഒട്ടനവധി ഘടകങ്ങളാണ് സ്വർണത്തിൻ്റെ വിലയെ നിർണ്ണയിക്കുന്നത്. ഈ ഘടകങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തീർച്ചയായും ഏറിയും കുറഞ്ഞും സ്വർണത്തിൻ്റെ വിലയെ സ്വാധീനിക്കും.